തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 8 നോമ്പിൻ്റെ 3-ാം ദിവസത്തിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. അമ്മയുടെ തിരുക്കച്ചയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതമാകുന്ന ഈ ലോക ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മേ, ഓരോ ക്രൈസ്തവർക്കും വഴികാട്ടിയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ 2 പരാമർശങ്ങൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പരാമർശം എന്നത് യേശുവിനെ തേടിയെത്തിയ ജനങ്ങളെ കുറിച്ചാണ്. 46-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. രണ്ടാമത്തെ പരാമർശത്തിൽ നാം കാണുന്നത് യേശു തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റുന്നവരെ തൻ്റെ കുടുംബമായി കാണുന്നു. അതായത് ഭൗതിക ബന്ധങ്ങളെക്കാൾ ആത്മീയതയ്ക്ക് യേശു മുൻതൂക്കം കൊടുക്കുന്നു. 49-ാം വാക്യത്തിലൂടെ അതാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു: ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ആത്മീയതയിൽ യേശുവിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് തരുന്ന മാതൃകകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെയും രക്ഷകൻ്റെയും അമ്മയായി അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന മറിയം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളുടെ മാതൃകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകാൻ വിളിക്കപ്പെട്ടവരല്ലേ ഓരോ ക്രിസ്ത്യാനിയും. ഈ 8 നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായി വിളിക്കപ്പെട്ട ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ നിർവഹിക്കാറുള്ളത്. അതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പറിച്ചു മാറ്റുവാനുള്ളത് പറിച്ചു മാറ്റുവാനും വെട്ടിമുറിക്കുവാനുള്ളത് മുറിക്കുവാനും, അങ്ങനെ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെ ഫലപുഷ്ടിയുള്ള ഒരു വൃക്ഷമായി തീരുവാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമായ ഒരു ഘടകമല്ലേ എൻ്റെ ജീവിതത്തിൽ? ക്രൈസ്തവർക്ക് ഈ ലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ വഴികാട്ടിയാണ് പരിശുദ്ധ അമ്മ. വേദ പാരംഗതനായ വിശുദ്ധ തോമസ് അക്വിനോസ് പറയുന്നു: കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശ ഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് പരിശുദ്ധ അമ്മ. ഓരോ ക്രൈസ്തവനും ഈ ലോക ജീവിതത്തിൽ യാത്ര ചെയ്യുന്നത് സ്വർഗീയ ജെറൂസലേം ലക്ഷ്യമാക്കിയാണ്. കാറ്റും കോളുകളും ഒക്കെ ഈ ലോക ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. സ്വർഗീയ ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ സ്വർഗത്തിലെ വഴികാട്ടിയാണ് പരിശുദ്ധ അമ്മ. ഹെബ്രായർ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. സഭയിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ധാരാളം വിശുദ്ധരെ സഭയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രൈസ്തവ ജീവിതം എന്നത് വിശുദ്ധിയിലേക്കുള്ള വളർച്ചയാണെങ്കിൽ
വിശുദ്ധരുടെ മാതൃക നമുക്കും അനുകരിക്കാവുന്നതാണ്, വിശ്വാസത്തിലൂടെയും ദീർഘക്ഷമയിലൂടെയും. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവിക പുണ്യങ്ങളുടെ അഥവാ വിശ്വാസം, ശരണം, സ്നേഹം എന്നിവയുടെ വിളനിലയമാണ് പരിശുദ്ധ അമ്മ. എല്ലാ പുണ്യങ്ങളുടെയും ഉദ്ഭവ കേന്ദ്രമായ സ്നേഹത്തിൽ സഭയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവളാണ് പരിശുദ്ധ അമ്മ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനുമല്ലേ ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ക്രൈസ്തവ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ സ്നേഹത്തിന് പകരം തിരസ്കരണം കൊടുക്കുന്ന എത്രയോ തലങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. തിരസ്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മാതൃകയെങ്കിൽ, ക്രിസ്തുനാഥനാണ് നമ്മുടെ മാതൃകയെങ്കിൽ, സ്നേഹത്തിലേക്ക് ഉത്തരോത്തരം വളരുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ അവസരമായിട്ട് ഈ 8 നോമ്പിനെ നമുക്ക് സ്വീകരിക്കാം. കൂടുതൽ കൃപകൾ ജീവിതത്തിൽ നിറയുവാൻ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ നാഴികക്കല്ലായ സ്നേഹവും വിശ്വാസവും ശരണവും ആഴപ്പെടുവാൻ, വേരൂന്നി ജീവിതത്തിൽ വളരുവാനായിട്ട് പരിശുദ്ധ അമ്മയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഇത്തരണത്തിൽ നമുക്കൊന്ന് ഓർമ്മപഥത്തിലേക്ക് കൊണ്ടുവരാം. മറിയത്തിൻ്റെ സ്കൂളിൽ നിന്നും ജീവിതയാത്രയുടെ നേരായ വഴികൾ നമുക്ക് പഠിക്കാം. എല്ലാ പുണ്യങ്ങളുടെയും എല്ലാ മൂല്യങ്ങളുടെയും കേന്ദ്രബിന്ദുവാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്കൂൾ. മറ്റുള്ളവരെ തരം താഴ്ത്തുകയോ തട്ടിമാറ്റുകയോ അവരോട് മോശമായി പെരുമാറുകയോ അവിശ്വസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന രീതി മറിയത്തിൻ്റെ സ്കൂളിലില്ല. പിന്നെയോ പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ ഉള്ളത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് സ്വീകരിച്ച വചനത്തിൻ്റെ കൂടാരമായ വിദ്യയാണ് പരിശുദ്ധ അമ്മയുടെ സ്കൂളിലുള്ളത്. അതായത് ദൈവസ്നേഹത്തിൻ്റെ സ്പന്ദനം, കരുത്തുറ്റ സ്നേഹം, എളിമ, പുണ്യങ്ങളുടെ കലവറ, ഇതാണ് പരിശുദ്ധ അമ്മയുടെ സ്കൂളിലുള്ളത്. നമുക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിദ്യ അമ്മയുടെ സ്കൂളിൽ നിന്നും ആരംഭിക്കാം. അങ്ങനെ കരുത്തുറ്റ ജീവിതങ്ങളായി, കറയില്ലാത്ത ജീവിതങ്ങളായി, പുണ്യങ്ങളുടെ ജീവിതങ്ങളായി നമുക്ക് പ്രശോഭിക്കാം. പരിശുദ്ധ അമ്മയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഈശോയിലേക്ക് നടന്നെടുക്കുവാനുള്ള വഴികാട്ടിയായി പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ, നാം വിശ്വസിക്കുന്ന ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ മായം ചേർക്കാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.